ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച ക്യാപ്റ്റൻ PV വിക്രമിന്റെ ഓർമ്മ പുതുക്കി വിദ്യാർത്ഥികൾക്കായി കോഴിക്കോട് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ വിജയുടെ ഭാഗമായി 1999 ജൂൺ 2-നാണ് ക്യാപ്റ്റൻ വിക്രം മരണപ്പെടുന്നത്. തുടർന്നുള്ള വർഷങ്ങളിൽ അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം 5, 6, 7 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് ക്വിസ് മത്സരം നടത്തുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. സമൂഹത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം. കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം. CPM അക്രമത്തിന്റെ പാത കൈവിട്ടിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പിൽ കേന്ദ്രസേനയുടെ സേവനം ആവശ്യപ്പെട്ട് വീണ്ടും കത്തയക്കുമെന്നും ചെന്നിത്തല. മുസ്ലിം ലീഗ് മതനിരപേക്ഷ പാർട്ടിയാണെന്ന നിലപാടല്ല തങ്ങൾക്കുള്ളതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വിശദമായ വാർത്തകളിലേക്ക്. മുസ്ലിം ലീഗ് മതനിരപേക്ഷ പാർട്ടിയാണെന്ന നിലപാടല്ല CPIക്കുള്ളതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അതേസമയം INLന്റെ മതേതര നിലപാട് വ്യക്തമാണെന്നും കാനം കോഴിക്കോട് പറഞ്ഞു. INL ഉൾപ്പെടെ പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും മുന്നണിയിൽ എടുക്കുന്ന കാര്യം LDF ചർച്ച ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുസ്ലിം ലീഗിന്റെ വർഗീയ വിരുദ്ധ നിലപാട് വളർത്തണമെന്ന പിണറായി വിജയന്റെ അഭിപ്രായത്തിന് തൊട്ടു പിന്നാലെയാണ് കാനം രാജേന്ദ്രൻ CPI നിലപാട് വ്യക്തമാക്കിയത്. മതനിരപേക്ഷം എന്ന് പറഞ്ഞാൽ മതവും രാഷ്ട്രീയവും വേർതിരിക്കുക എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് അങ്ങനെയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേസമയം INLന്റെ മതേതര നിലപാട് വ്യക്തമാക്കണമെന്നും INLുമായി LDFന് ധാരണ മാത്രമേ ഉള്ളൂവെന്നും കാനം പറഞ്ഞു. INL ഉൾപ്പെടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെയും മുന്നണിയിലെടുക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല. INL ഒരു ചെറിയ പാർട്ടിയാണ്. അവരുടെ സെക്യുലർ ക്രെഡൻഷ്യൽസ് അവര് ഇതിനു മുമ്പ് തന്നെ തെളിയിച്ചിട്ടുള്ള പാർട്ടിയാണ്. LDFൽ പുതിയ കക്ഷികളെ പെടുത്തുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ചെറിയാൻ ഫിലിപ്പ് മാത്രമല്ല ആരുടെയും സ്ത്രീവിരുദ്ധ നിലപാടിനെ അംഗീകരിക്കാനാവില്ലെന്നും കാനം പറഞ്ഞു. വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള ചില സമുദായ സംഘടനകളുടെ നിലപാടിനെതിരെയും CPI സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു. കാന്തപുരത്തിന്റെ അഭിപ്രായത്തോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല. സ്ത്രീകൾക്ക് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പ്രവർത്തനം നടത്താനും കഴിവില്ല എന്നൊക്കെയുള്ള ധാരണ പരത്തുന്നത് മതനേതാക്കന്മാർ പരത്തുന്നത് ശരിയല്ല. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കാനം രാജേന്ദ്രൻ. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, IV ശശാങ്കൻ എന്നിവരും മുഖാമുഖത്തിൽ പങ്കെടുത്തു. CPM അക്രമത്തിന്റെ പാത കൈവിട്ടിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള അക്രമവും അനുവദിക്കില്ലെന്നും കേന്ദ്രസേനയുടെ സേവനം ആവശ്യപ്പെട്ട് വീണ്ടും കത്തയക്കുമെന്നും ചെന്നിത്തല വടകരയിൽ പറഞ്ഞു. ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കേന്ദ്രസേനയെ ആവശ്യപ്പെട്ട് വീണ്ടും കത്തയക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട് വടകരയിൽ UDF തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 19 കമ്പനി സേനയെയാണ് ആവശ്യമായുള്ളത്. കേന്ദ്രസേനയെ ലഭ്യമാക്കിയില്ലെങ്കിൽ തമിഴ്നാട്, കർണാടക പോലീസിനെ സമീപിക്കും. കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ അക്രമം അനുവദിക്കില്ലെന്നും CPM അക്രമത്തിന്റെ പാത കൈവിട്ടിട്ടില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി സമാധാന അന്തരീക്ഷത്തോടുകൂടി തന്നെ നടത്തുന്നു. 19 കേന്ദ്രസേനയുടെ കമ്പനി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രസേനയെ കിട്ടിയില്ലെങ്കിലും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആവശ്യമുള്ള സേനയെ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. കേന്ദ്രസേനയെ ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കത്തയക്കാൻ ഞാൻ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കത്തയക്കും. കേന്ദ്രസേനയെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്, കർണാടകത്തിലെ തമിഴ്നാടിലെ പോലീസ് ഉപയോഗിച്ചുകൊണ്ട് ഈ വടകര താലൂക്കിലും
നമ്മുടെ കണ്ണൂരിലും കാസർഗോഡ് ജില്ലയിലും കൂടുതൽ പോലീസ് സേനയെ വിന്യസിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചടങ്ങിൽ സി വത്സലൻ അധ്യക്ഷം വഹിച്ചു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP, DCC പ്രസിഡന്റ് KC അബു എന്നിവരും തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംബന്ധിച്ചു. സമൂഹത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് ഗവർണർ ജസ്റ്റിസ് P. സദാശിവം കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷ സമാപനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് സമാപനം. കല്ലായി റോഡ് ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കേരള ഗവർണർ ജസ്റ്റിസ് P. സദാശിവം ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് ഗവർണർ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയുണ്ടാകുമ്പോൾ ജനങ്ങൾ സഹകരണ സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. സുതാര്യതയും വിശ്വാസ്യതയുമാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. The history of the cooperative movement is lot informative and inspiring. It arose from man's intense desire to share his wants and needs with other fellow beings. If and when a person encounters a difficult situation, it is quite natural that he speaks out his dilemma to those who are near and dear to him. It is in such a crucial moment a true friend extends a helping hand to others in distress. The very idea of cooperative movement cropped up more or less in similar movements. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ A.K. പ്രേമജം അധ്യക്ഷം വഹിച്ചു. M.K. രാഘവൻ MP മുഖ്യപ്രഭാഷണം നടത്തി. MLA-മാരായ A. പ്രദീപ് കുമാർ, എളമരം കരീം, സഹകരണ വകുപ്പ് രജിസ്ട്രാർ ലളിതാംബിക IAS, കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാൻ A.T. അബ്ദുള്ള കോയ, ജനറൽ മാനേജർ P. രാഗേഷ് എന്നിവർ സംസാരിച്ചു. പ്രായമായ അമ്മയെ ഉപേക്ഷിച്ച മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വയോജന സംരക്ഷണ നിയമപ്രകാരമാണ് പോവത്തുവയലിൽ ചന്ദ്രനെ കൊയിലാണ്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അമ്മ നാരായണിയെ വടകര അഗതി മന്ദിരത്തിലാക്കി. പ്രായമായ അമ്മയെ ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിങ്കളാഴ്ച വൈകിട്ട് 5:30 സംഭവം. 20-ാം മൈലിലെ പോവതുവയലിലെ നാരായണിയെയാണ് മകൻ ചന്ദ്രനും ഭാര്യയും ഉപേക്ഷിച്ചത്. ആളൊഴിഞ്ഞ പറമ്പിൽ കസേരയിലിരിക്കുന്ന ഇവരെ കണ്ട സമീപവാസികളാണ് പോലീസിൽ അറിയിച്ചത്. നാട്ടുകാർ ഇവരെ കട്ടിലിൽ കിടത്തി പരിചരിച്ചു. കൊയിലാണ്ടി SI നിബുൻ ശങ്കറും സംഘവും സ്ഥലത്തെത്തി. വടകര തണൽ അഗതി മന്ദിരത്തിൽ തൽക്കാലം സംരക്ഷിക്കാൻ പോലീസ് നിർദ്ദേശിച്ചു. മകൻ ചന്ദ്രനെ വയോജന സംരക്ഷണ നിയമമനുസരിച്ച് നന്ദിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമ്മയെ ഇതുവരെ നോക്കിയിരുന്ന ഇളയ മകൻ വിദേശത്താണ്. നാരായണിയുടെ പേരിലുള്ള തറവാട് പൊളിച്ചു മാറ്റിയത് കാരണം ചന്ദ്രന്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ വിക്രമിന്റെ സ്മരണാർത്ഥം ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കോഴിക്കോട് സ്നേഹാഞ്ജലി ഹാളിൽ നടന്ന മത്സരം കോഴിക്കോട് NCC ഹെഡ്ക്വാർട്ടേഴ്സ് ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ S. രാജറാം ഉദ്ഘാടനം ചെയ്തു. ക്യാപ്റ്റൻ വിക്രം മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം കോഴിക്കോട് സ്നേഹാഞ്ജലി ഹാളിൽ നടന്നു. കോഴിക്കോട് NCC ഹെഡ്ക്വാർട്ടേഴ്സ് ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ S. രാജറാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. All of you are aware of, you've been playing games in your computers, and computers is something which is the in thing nowadays. Just a few weeks ago, somebody was in the news when our beloved Prime Minister Narendra Modi had visited the USA. There are some Indians who are doing wonders abroad. ക്യാപ്റ്റൻ വിക്രം മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. 2000 മുതൽ ഓരോ വർഷവും ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. 5, 6, 7 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് ക്വിസ് മത്സരം നടക്കുന്നത്. ഡോക്ടർ വിനീത് വിശ്വനാഥ് ക്വിസ് മാസ്റ്ററായിരുന്നു. രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ വിക്രമിന്റെ സ്മരണാർത്ഥമാണ് മാതാപിതാക്കളായ ലഫ്റ്റനന്റ് കേണൽ PK.PV പണിക്കരും ഭാര്യ കല്യാണി പണിക്കരും ക്യാപ്റ്റൻ വിക്രം മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുതുതലമുറയുടെ ഊർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് പരിപാടിയുടെ ഉദ്ദേശം. ഇത് 16-ാം വർഷമാണ് ക്വിസ് മത്സരം കോഴിക്കോട് സംഘടിപ്പിക്കുന്നത്. വാർത്തയിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ.
മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ഇന്ന് നിന്റെ മൊയ്തീൻ സിനിമയിലെ യഥാർത്ഥ നായിക കാഞ്ചനമാലയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നടൻ ദിലീപ് മുക്കത്തെത്തി. മൊയ്തീന്റെ സ്മാരകമായി കാഞ്ചനമാലയുടെ നേതൃത്വത്തിലുള്ള BP മൊയ്തീൻ സേവാ മന്ദിറിന് കെട്ടിടം നിർമ്മിക്കാൻ സഹായഹസ്തവുമായാണ് ജനപ്രിയ നായകൻ എത്തിയത്. കാഞ്ചനമാലയുടെ സ്വപ്നങ്ങൾക്ക് കൈപിടിക്കാൻ ഒടുവിൽ ജനപ്രിയ നായകൻ ദിലീപ് എത്തി. BP മൊയ്തീൻ സേവാ മന്ദിറിന് സ്വന്തമായി ഒരു കെട്ടിടമെന്ന കാഞ്ചനമാലയുടെ സ്വപ്നം ഇനി പൂവണിയും. 8.7 സെന്റ് സ്ഥലത്ത് ഉയരുന്ന കെട്ടിടത്തിന്റെ 2000 ചതുശ്രയടി വിസ്തീർണമുള്ള ആദ്യ നിലയ്ക്കാണ് ഇപ്പോൾ അനുമതി കിട്ടിയിരിക്കുന്നത്. ഇത് പൂർണ്ണമായും ദിലീപ് നിർമ്മിച്ചു നൽകും. അടുത്ത മാസം 15-ന് കെട്ടിടത്തിന് ദിലീപ് തന്നെ തറക്കല്ലിടും. കഴിഞ്ഞ ദിവസമാണ് മുക്കത്തെ BP മൊയ്തീൻ സേവാ മന്ദിറിൽ ദിലീപ് എത്തിയത്. പോലീസ് വലയം ഭേദിച്ചും പ്രിയനായകനെ ഒന്ന് തൊടാനും ഒരു സെൽഫി എടുക്കാനും ആരാധകർ തിക്കും തിരക്കും കൂട്ടി. വൈകിട്ട് കാഞ്ചനമാലയുടെ സഹോദരിയായ കൊറ്റങ്ങൽ തങ്കമണിയുടെ വീട്ടിലെത്തിയ ദിലീപ് കെട്ടിടത്തിന്റെ പ്ലാനും മറ്റു വിശദമായി ചോദിച്ചറിഞ്ഞു. മുക്കത്തുള്ള തന്റെ അടുത്ത ചില സുഹൃത്തുക്കളെ നിർമ്മാണത്തിന്റെ മേൽനോട്ടവും ഏൽപ്പിച്ചാണ് ദിലീപ് മടങ്ങിയത്. തിങ്ങി നിറഞ്ഞ ആരാധക കൂട്ടത്തെയും അക്ഷരപ്രേമികളെയും സാക്ഷിയാക്കി നടി മഞ്ജു വാര്യർ തിരി തെളിയിച്ചതോടെ ഭാഷയുടെ തറവാട്ടുമുറ്റത്ത് 5 നാൾ നീണ്ടുനിൽക്കുന്ന വിദ്യാരംഭ കലോത്സവത്തിന് തുടക്കമായി. തിരൂർ തുഞ്ചൻ പറമ്പിൽ നടന്ന ചടങ്ങിൽ MT വാസുദേവൻ നായർ അധ്യക്ഷം വഹിച്ചു. 4 ദിവസം നീണ്ടുനിൽക്കുന്ന തുഞ്ചൻ വിദ്യാരംഭ കലോത്സവത്തിന് തുടക്കമായി. കാവ്യാവതരണത്തോടെയാണ് തുഞ്ചൻ പറമ്പിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് കലോത്സവം പ്രശസ്ത നടി മഞ്ജു വാര്യർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഭാഷയും എഴുത്തുകാരനുമുള്ള ബന്ധത്തിനേക്കാൾ എത്രയോ വലുതാണ് MTയും തുഞ്ചൻ പറമ്പും തമ്മിലുള്ള ബന്ധമെന്ന് മഞ്ജു വാര്യർ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു. ഈ മണ്ണിൽ കാലുകുത്താൻ കഴിഞ്ഞത് തന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഭാഷ ഹരിശ്രീ കുറിച്ചൊരു മണ്ണാണ് ഇത്. ഭാഷാപിതാവിന്റെ മണ്ണാണ്. ഈ മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഭാഗ്യമാണ്. അതോടൊപ്പം തന്നെ ഈ നിമിഷം എന്റെ ജീവിതത്തിൽ ഏറ്റവും പുണ്യം നിറഞ്ഞതാണ് എന്ന് എനിക്ക് തന്നെ തോന്നാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട MT സാറിന്റെ മഹനീയ സാന്നിധ്യമാണ്. ഇന്ന് നമ്മുടെ ഒരു ഭാഷയും എഴുത്തുകാരനും തമ്മിലുള്ള ഒരു ബന്ധം, അതിനേക്കാളും അപ്പുറമാണ് അദ്ദേഹം ഈ മണ്ണുമായി കാത്തു സൂക്ഷിക്കുന്ന ആത്മബന്ധം. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ പുണ്യങ്ങളും കൂടെ ഒത്തുചേർന്ന ഈ ഒരു സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ എനിക്ക് അവസരം ലഭിച്ചതിന്, ഈ ഒരു അവസരം തന്നതിന് ഈശ്വരനോട് ഞാൻ നന്ദി പറയുകയാണ്. തുഞ്ചന്റെ മണ്ണിലെത്താനായതിൽ ഏറെ സന്തുഷ്ടയാണെന്നും മഞ്ജു കൂട്ടിച്ചേർത്തു. അറിവിന്റെ ധനമായ അക്ഷരം നമ്മുടെ ഏവരുടെയും നിലനിൽപ്പിന് ആധാരമാണെന്ന് MT വാസുദേവൻ നായർ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. അങ്ങനെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ഈ കല, സാഹിത്യം എന്നൊക്കെ പറയണത് നമ്മുടെ നിലനിൽപ്പിന്റെ കൂടി ഒരു കാര്യമാണ്. നാം നിലനിൽക്കുന്നു, വ്യക്തികളായി നിലനിൽക്കുന്നു, ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായി നിലനിൽക്കുന്നു എന്നുള്ളത്, അതിന് ഇതൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിദ്യാരംഭം. തുടർന്ന് എഴുത്തോലയിൽ തീർത്ത ലളിതാ സഹസ്രനാമം ഉപഹാരം MT മഞ്ജു വാര്യർക്ക് നൽകി. കലോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ അക്ഷരശുദ്ധി മത്സരത്തിൽ വിജയിയായ അഞ്ജലി പ്രകാശിനുള്ള സമ്മാനദാനം MT വാസുദേവൻ നായർ നിർവഹിച്ചു. നിരവധി പേരാണ് ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുത്തത്. ആലങ്കോട് ലീലാകൃഷ്ണൻ, ചാത്തനാത്ത് അച്യുതനുണ്ണി, KX ആന്റോ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. കലാമണ്ഡലം സൗമ്യ സുഭാഷ് അവതരിപ്പിക്കുന്ന കലോത്സവത്തിലെ ആദ്യ പരിപാടി ശബ്ദരഹസ്യം മോഹിനിയാട്ടം തുഞ്ചൻ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി. 4 ദിവസം നീണ്ടുനിൽക്കുന്ന കലോത്സവത്തിൽ വിവിധയിനം പരിപാടികളാണ് അരങ്ങേറുന്നത്. പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന് ഓൾ ഇന്ത്യ BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി G. നടരാജൻ 3ാം ദ്വൈവാർഷിക സമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഓൾ ഇന്ത്യ BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ 3ാം ദ്വൈവാർഷിക സമ്മേളനം കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി G. നടരാജൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും നിലവിലുള്ളത് മാറ്റി പെൻഷൻ സ്ഥിരപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കുറച്ച 9.4% DA കൂടി കൂട്ടിച്ചേർത്ത് പെൻഷൻ പുതുക്കണമെന്നും ഇപ്പോഴുള്ള മെഡിക്കൽ അലോവൻസ് മാറ്റി പഴയതുപോലെ നിലനിർത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ ഓൾ ഇന്ത്യ BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PS രാമൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ കോഴിക്കോട് BSNL ജനറൽ മാനേജർ NK സുകുമാരൻ മുഖ്യാതിഥിയായിരുന്നു. BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സർക്കിൾ പ്രസിഡന്റ് PK ഗോപാലപിള്ള അധ്യക്ഷനായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ VMN അയ്യർ, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് AP സരസ്വതി, SNEA സർക്കിൾ പ്രസിഡന്റ് K സുധീർ, BTU ജില്ലാ സെക്രട്ടറി P വിജയൻ, സ്വാഗത സംഘം രക്ഷാധികാരികളായ MK ബീരാൻ, TV ബാലൻ, KS വേണുഗോപാലൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ P നാരായണൻ, മൂസത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനവും സംഘടനാ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. പറമ്പിൽ ബസാറിലെ അമൃത ഭവനത്തിൽ സന്തോഷത്തിന്റെ നിറദീപമാണ് ജ്വലിക്കുന്നത്. പ്രമുഖ വ്യവസായി MA യൂസഫ് അലിയുടെയും അക്ഷരപ്രേമികളുടെയും സഹായത്തോടെയാണ് ഒറ്റമുറി വീട്ടിൽ നിന്നും 4 സെന്റ് ഭൂമിയിലെ മനോഹര ഭവനത്തിലേക്ക് അമൃതയും കുടുംബവും മാറിയത്. അമൃതയും മാതാപിതാക്കളും പുതിയ വീട്ടിലേക്ക് നിറദീപവുമായി പ്രവേശിച്ചു. രാവിലെ 9 മണിക്ക് കോഴിക്കോട് അമൃതാനന്ദമയി മഠത്തിന്റെ അധിപതി സ്വാമി വിവേകാമൃത ചൈതന്യ നിറദീപം അമൃത അമ്മ പങ്കജം, അച്ഛൻ മോഹനൻ എന്നിവർക്ക് കൈമാറി. ഉച്ചയ്ക്ക് 2 മണിക്ക് അമൃതയുടെ വീട്ടിൽ ഒരു അപ്രതീക്ഷിത അതിഥിയുമെത്തി. കോഴിക്കോട് ജില്ലാ കളക്ടർ N. പ്രശാന്ത് അമൃതയുടെ വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും കലക്ടർ കൈമാറി. കലക്ടർക്ക് മധുരം നൽകിയാണ് യാത്രയാക്കിയത്. ഒറ്റമുറിയിൽ നിറകിച്ച അമൃതയുടെ വീട് ഇപ്പോൾ 4.5 സെന്റ് സ്ഥലത്താണ് നിൽക്കുന്നത്. ഗൃഹപ്രവേശന ചടങ്ങിൽ സംബന്ധിക്കാൻ അമൃത പഠിക്കുന്ന മലാപ്പറമ്പ് AIP സ്കൂളിലെ പ്രധാന അധ്യാപിക NM പ്രീതി, അധ്യാപകൻ RK ഇരവിൽ, അമൃത ഭവന നിർമ്മാണ പദ്ധതി ചെയർമാൻ PP പ്രഭാകരക്കുറുപ്പ്, അരവിന്ദ്നാഥ് KP അജിത് കുമാർ എന്നിവരും എത്തിയിരുന്നു. കോഴിക്കോടിനടുത്ത പറമ്പിൽ ബസാറിലാണ് അക്ഷരസ്നേഹികളും പ്രമുഖ വ്യവസായി MA യൂസഫ് അലിയുടെയും സഹായത്തോടെ അമൃത ഭവനം യാഥാർത്ഥ്യമാക്കിയത്. ഒരിടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. അന്ധവിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ് CPIM കാലാകാലങ്ങളായി ശ്രമിച്ചതെന്ന് RSS സംസ്ഥാന ബൗദ്ധിക് പ്രമുഖ് KP രാധാകൃഷ്ണൻ. ഹിന്ദു ഐക്യവേദി നേതൃത്വത്തിൽ ബേപ്പൂരിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന കാലാതിവർത്തിയായ ഗുരുദേവ ദർശനവും കാലഹരണപ്പെട്ട കമ്മ്യൂണിസവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പൊതുസമ്മേളനം നടുവട്ടം മാഹിയിൽ നടന്നു. പരിപാടിയോടനുബന്ധിച്ച് 100 ബൈക്കുകളിലായി 200ഓളം പ്രവർത്തകർ അണിനിരന്ന ഇരുചക്ര വാഹന റാലിയും സംഘടിപ്പിച്ചിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘം സംസ്ഥാന ബൗദ്ധിക് പ്രമുഖ് KP രാധാകൃഷ്ണൻ വിഷയം അധികരിച്ച് സംസാരിച്ചു. അന്ധവിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ് CPM കാലാകാലങ്ങളായി ശ്രമിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. അന്ധവിശ്വാസങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറ്റിവിടുന്നതും ക്ഷേത്രങ്ങളാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുകയും ഏത് കാലത്തും ഹിന്ദു സമൂഹത്തിന്റെ പൊതുവായ താൽപര്യത്തിന് എതിരായി നിൽക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ശ്രീനാരായണ ഗുരുദേവ
പ്രവർത്തകരുടെ കാഴ്ചപ്പാടുകളെയും പ്രവർത്തന പരിപാടികളെയും മുന്നോട്ട് നയിച്ചത് ഞങ്ങളാണ്. ലാലു പ്രദീപ്, കാളക്കണ്ടി ബാലൻ എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ തുറമുഖ വാർഫിൽ ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചു തുടങ്ങി. പഴയ വാർഫിന്റെ നവീകരണത്തിന്റെ ഭാഗമായാണ് 25 മീറ്റർ വീതിയിൽ ഇന്റർലോക്ക് കട്ടകൾ വിരിക്കുന്നത്. ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചു തുടങ്ങിയതോടെ തുറമുഖത്തെ പഴയ വാർഫിന് പുതുമോടി. 135 മീറ്റർ നീളമുള്ള ബേപ്പൂർ വാർഫിലെ പഴയ ടാറിംഗ് ഉപരിതലത്തിലാണ് ഇന്റർലോക്ക് വിരിക്കുന്നത്. വാർഫ് ബേസിനോട് ചേർന്ന് 10 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയ ശേഷമാണ് നവീകരണം. 25 മീറ്റർ വീതിയിലാണ് ഇന്റർലോക്ക് കട്ടകൾ പാകുന്നത്. 60 ലക്ഷം രൂപ ചിലവിട്ട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. ഇതോടൊപ്പം പഴയ വാർഫിലെ ഓപ്പൺ ഗോഡൌൺ തറയിലും ഇന്റർലോക്ക് കട്ട പാകുന്നുണ്ട്. പുതിയ വാർഫിനേക്കാൾ താഴ്ന്നു കിടക്കുന്ന പഴയ വാർഫിൽ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുക പതിവായിരുന്നു. ഇത് പരിഹരിക്കാൻ ചെരിവോടുകൂടിയ കോൺക്രീറ്റ് ചെയ്തുയർത്തിയാണ് വാർഫ് സുരക്ഷിതമാക്കുന്നത്. വാർഫിലെ ഓവുചാൽ വൃത്തിയാക്കി പുതിയ സ്ലാബിട്ട് മൂടിയിട്ടുമുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ചിത്രകാരന്മാരുടെയും ചിത്രകാരികളുടെയും സൃഷ്ടികൾ ഉൾപ്പെടുത്തി ഹാർമണി 2015 സംഘടിപ്പിച്ചു. പ്രശസ്ത കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ കെ ഷീല ഉദ്ഘാടനം ചെയ്തു. ചിത്രരേഖ ആർട്ട് സൊല്യൂഷൻ കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ചിത്രകാരന്മാരുടെയും ചിത്രകാരികളുടെയും സൃഷ്ടികൾ ഉൾപ്പെടുത്തി പ്രദർശനം സംഘടിപ്പിച്ചു. ആർട്ട് ഗ്യാലറിയിൽ നടന്ന പരിപാടി പ്രശസ്ത കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ കെ ഷീല ഉദ്ഘാടനം ചെയ്തു. മഹർഷി ശ്രീകുമാർ, രാജൻ മക്കട, മഞ്ജുഷ CH, ജീവാനന്ദൻ, സുരാൻ V, ഹരീന്ദ്രൻ C, സുരേഷ് കുമാർ VK, സന്തോഷ് P, സജീർ N, സാരംഗ് R സുരേഷ്, ശൈലജ PJ, രാജനന്ദിനി, നന്ദന R സുരേഷ് തുടങ്ങിയ 13 കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഗ്രൂപ്പ് പ്രദർശനമാണ് സംഘടിപ്പിച്ചത്. സമൂഹത്തിൽ വ്യത്യസ്തമായ തൊഴിൽ ചെയ്യുന്നവരാണ് ചിത്രങ്ങൾക്ക് പിന്നിൽ. തങ്ങളുടെ തൊഴിലിനിടയിലും സാമൂഹിക പ്രശ്നങ്ങളിൽ തങ്ങളുടേതായ നിലപാട് ചിത്രങ്ങളിലൂടെ ഇവർ വരച്ചുകാട്ടുകയാണ്. വാട്ടർ കളറിൽ പ്രകൃതിയെ ആസ്പദമാക്കിയ ചിത്രങ്ങളും ഓയിൽ പെയിന്റിംഗിൽ പ്രകൃതി ജീവിതത്തെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞു തരികയാണ് ചിത്രങ്ങൾ. സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും മുന്നോട്ട് കൊണ്ടുവരാൻ ഇവിടെ ചിത്രകാരന്മാർ ശ്രമിക്കുകയാണ്. തങ്ങളുടെ ചിത്രങ്ങൾ അതിനൊരു വഴിത്തിരിവാകണമെന്നാണ് ചിത്ര പ്രദർശനത്തിലൂടെ പറയാതെ പറയുന്നത്. പ്രകൃതി സൗന്ദര്യം ആവിഷ്കരിക്കുന്നതിനോടൊപ്പം പ്രകൃതിയെയും ജീവിതത്തെയും ദുരന്തത്തിലാക്കുന്ന ജനവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള താക്കീതുകൾ, എൻഡോസൾഫാൻ വിരുദ്ധ ചിത്രങ്ങൾ വരെ ഇതിനകത്തുണ്ട്. ഒപ്പം പ്രകൃതി സൗന്ദര്യവും ഒപ്പിയെടുക്കുന്ന ചിത്രങ്ങൾ ഇതിനകത്തുണ്ട്. പ്രകൃതി സൗന്ദര്യത്തോടും ജീവിത സൗന്ദര്യത്തോടുള്ള ആസക്തി കൊണ്ടാണ് ജനവിരുദ്ധവും പ്രകൃതി വിരുദ്ധവുമായ ശക്തികൾക്കെതിരെയുള്ള നിരൂപണമായി ചിത്രങ്ങൾ പരിണമിച്ചിട്ടുള്ളത്. എക്ലിക്, മ്യൂറൽ പെയിന്റിംഗുകൾ, നൈഫ് പെയിന്റിംഗുകൾ, വാട്ടർ കളർ, പെൻ ഡോട്ടഡ് പെയിന്റിംഗുകൾ, ഓയിൽ പെയിന്റിംഗുകൾ തുടങ്ങി നിരവധി നിർമ്മിതികളാണ് ഇവിടെ പ്രദർശനത്തിനുള്ളത്. ഫാസിസത്തിനെതിരെ ജനകീയ പ്രതിരോധങ്ങൾ ഉയർന്നുവരണമെന്ന് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി KH നാസർ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ജനകീയ സദസ്സ് നടന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം തിന്നാനുള്ള അവകാശം, പറയാനുള്ള അവകാശം, മതഭ്രാന്തിനെതിരെ പ്രചരണം എന്ന വിഷയത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി KH നാസർ ഉദ്ഘാടനം ചെയ്തു. ഫാസിസത്തിനെതിരെ ജനകീയ പ്രതിരോധങ്ങൾ ഉയർന്നുവരണമെന്ന് KH നാസർ പറഞ്ഞു. ജനാധിപത്യവും ഭരണഘടനയും മാന്തിപ്പൊളിച്ച് കിരാത ശക്തികൾ മുന്നേറുകയാണ്. ജനങ്ങൾക്കിടയിൽ ഫാസിസ്റ്റ് ശക്തികൾ മതിലുകൾ തീർക്കുന്നു. അടിയന്തരാവസ്ഥയുടെ 18 മാസത്തെ അതിജീവിച്ച രാജ്യത്തിന് RSS ഉയർത്തുന്ന ഭീകരതയും തകർക്കാനാകും. ജനങ്ങളുടെ പ്രതിരോധവും ചെറുത്തുനിൽപ്പും ഇച്ഛാശക്തിയും ഇതിന് തുണയാകുമെന്നും KH നാസർ പറഞ്ഞു. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും പൈതൃകവും അഭിമാനപൂർവ്വം നെഞ്ചേറ്റുന്ന ഒരു ജനതയുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും അവർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെയും ഒക്കെ തന്നെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ വാപിളർത്തി നിൽക്കുന്ന ഫാഷിസത്തിന്റെ കരാളതയ്ക്കെതിരെ ജനകീയ പ്രതിരോധത്തിന്റെ പുതിയ കോട്ടകൾ പടുത്തുയർത്തുകയാണ് ഇന്ത്യയിലെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ. SDPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ, MES ജില്ലാ പ്രസിഡന്റ് PK അബ്ദുൾ ലത്തീഫ്, NWF സംസ്ഥാന കമ്മിറ്റി അംഗം ലസിത ടീച്ചർ, ഇമാം കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് നാസർ മൗലവി, മുസ്തഫ കൊമ്മേരി, സിറ്റി ഡിവിഷൻ പ്രസിഡന്റ് K ഷമീർ, ബഷീർ T എന്നിവർ സംസാരിച്ചു. പോപ്പുലർ ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി P നിസാർ ജനകീയ താക്കീത് അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം CT അഷ്റഫ് വിഷയാവതരണം നടത്തി. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കോഴിക്കോട് കോർപ്പറേഷൻ 50ാം ഡിവിഷൻ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ജില്ലാ ചെയർമാൻ P ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. KT അവറാൻ അധ്യക്ഷം വഹിച്ചു.
മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മായിൻ ഹാജി, CMP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CN വിജയകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ആദം മുൽസി, CDA ചെയർമാൻ NC അബൂബക്കർ, സ്ഥാനാർത്ഥി P ബാലഗംഗാധരൻ, MI മുഹമ്മദ് ഹാജി, G നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. അമിതമായ ആവശ്യങ്ങൾ ഞങ്ങൾ പറയാറില്ല. ശങ്കരൻ വക്കീലും NC ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ ഞാൻ തുറന്നു പറയാം. പയ്യാനിക്കൽ സീറ്റ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാം. പയ്യാനിക്കൽ സീറ്റ് വിടണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വിട്ടു. ഞങ്ങളൊരു രാഷ്ട്രീയ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. ഞങ്ങൾ UDFന്റെ ഭാഗമാണ്. അതിന്റെ ഒരു അംഗീകാരം തരുന്നു. അവര് തരുന്ന ഞങ്ങൾക്ക് ഒരാള് പോലും ഇല്ലാത്ത സ്ഥലത്ത് പോയി ഞങ്ങൾ മത്സരിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേ പഞ്ചായത്തിൽ അല്ല ഇതേ നിയോജകമണ്ഡലത്തിൽ നടുവട്ടം നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിച്ചല്ലോ. ആ മത്സരിച്ചപ്പോഴുള്ള ആളുകൾ ശശി പോലെയുള്ള ആളുകൾക്ക് അറിയാലോ ഇവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് അറിയാലോ. ഞങ്ങൾ വളരെ ഉഷാറായിട്ട് മത്സരിച്ചില്ല. നല്ല മത്സരം കാഴ്ചവെച്ചു. 400 വോട്ടിന് താഴെയാണ് ഞങ്ങൾ തോറ്റത്, ഒരു വനിതാ സ്ഥാനാർത്ഥി. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റം എന്ന് പറയുന്നത് പുതിയ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു എന്നുള്ളതാണ്. ബാലഗംഗാധരനും ടീമും ഒരു 3 മാസമായി ഞങ്ങളുടെ കൂടെ വരാനുള്ള ശ്രമത്തിലായിരുന്നു. അവസാനം വരെ സീറ്റ് വിടാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് എവിടെ സീറ്റ് കൊടുക്കാനാണ് കഴിയുക? വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മലബാർ കോളേജ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ആഭിമുഖ്യത്തിൽ കാഴ്ചയില്ലാത്തവരുടെ ലോകം നേരിട്ടറിയാൻ അവസരമൊരുക്കുന്നു. മലബാർ കോളേജ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നൊരുക്കുന്ന ത്രൂ ദി ടണൽ ഓഫ് ഡാർക്ക്നെസ് 10 മിനിറ്റ് ഷോ ഒക്ടോബർ 22, 23, 24 തീയതികളിൽ നടക്കും. ഈ പരിപാടിയിലൂടെ സമാഹരിക്കുന്ന പണം കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി വിനിയോഗിക്കാനാണ് സംഘാടകരുടെ തീരുമാനം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമൂഹത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് ഗവർണർ ജസ്റ്റിസ് P സദാശിവം. കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം. CPM അക്രമത്തിന്റെ പാത കൈവിട്ടിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പിൽ കേന്ദ്രസേനയുടെ സേവനം ആവശ്യപ്പെട്ട് വീണ്ടും കത്തയക്കുമെന്നും ചെന്നിത്തല. മുസ്ലിം ലീഗ് മതനിരപേക്ഷ പാർട്ടിയാണെന്ന നിലപാടല്ല തങ്ങൾക്കുള്ളതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Jilla Vartagal, the one and only TV across your district. Logo www.jillavartagal.com. Independent, impartial, inevitable, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.